യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. സ്ലോ ആണല്ലോ ആണ്. ഹലോ മക്കളെ, വരൂ വരൂ, എല്ലാരും വരൂ. വെൽക്കം യു ഓൾ, വെൽക്കം. എവിടെ എല്ലാരും എവിടെ? ചായക്കെ കുടിച്ച് വന്നില്ലേ? 7 മണിയായില്ലേ അല്ലേ? 7 മണി. ഇനി അധികം ലേറ്റ് ആവില്ലേ? നമുക്കൊക്കെ ലേറ്റ് ആവും അല്ലേ? കുറേ പരിപാടിയൊക്കെ ഉണ്ടാവും അല്ലേ? 8 മണി 8:30 ആകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ തിരക്കുണ്ടാവും. എന്നാലും നമുക്ക് ക്ലാസ് മസ്റ്റ് ആട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അധികം എന്ന് വെച്ചാൽ എന്താ പറയുക, ബോറടിപ്പിക്കൊന്നുമില്ല. എന്നാലും നമുക്ക് അടിപൊളി ക്ലാസ് എടുക്കാം. ഓക്കെ, വരി, എല്ലാവരും വരി. കമോൺ, നമുക്കൊരു 7:05 തുടങ്ങണം. വരൂ, എല്ലാവരും വരും. നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കമോൺ, ഫാസ്റ്റ്. യോ, എൻ്റെ ബാഗൊക്കെ നിലത്തേക്ക് വീണിട്ടുണ്ട്, സോറി. വരൂ, എല്ലാവരും വരൂ. ഒരു 7:05 നമുക്ക് തുടങ്ങണം. അധികം ലേറ്റ് ആവാൻ പറ്റില്ല. കാരണം നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എല്ലാവർക്കും അറിയാലോ, ഏതാണ് പേപ്പർ എന്ന് അറിയാലോ. അപ്പം ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക PPT ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ essay ടൈപ്പാണ് എഴുതിയത്. essay ടൈപ്സ് ആണ് ആൻസേഴ്സ് ഒക്കെ എഴുതിയത്. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, പെട്ടെന്ന് അയ്യോ ഇത് വലുതാണല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം സംഭവം ഞാൻ ഓരോ ടിപ്പായിട്ടേ പറഞ്ഞിരുന്നുള്ളൂ. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഭയങ്കര പിന്നെ ഈ ചാപ്റ്റർ അറിയാലോ, ഈ ഒരു പേപ്പർ നമ്മൾ സസ്റ്റൈനബിൾ റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ഡെവലപ്മെന്റ് ആണ് അല്ലെ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് വരിക. കാരണം ഇനി ഞാൻ പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും വരിക. ഒരു 7:05 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഞാൻ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വരും. ഓരോരുത്തർക്ക് ഷെയർ ചെയ്യും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും. ഫ്രണ്ട്സിനൊക്കെ, ഡിഗ്രി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് അവർക്കൊരു ഉപകാരമാവും അല്ലേ? വേഗം വരിക. ലൈവാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 4 മിനിറ്റ് ഞാൻ വെറുതെ പ്രസ്ഥാനം പറയുകയാണ്. പക്ഷെ അതല്ല, നമുക്ക് തുടങ്ങണം. ഓക്കെ, ലൈക്ക് അടിക്കാൻ പറ്റില്ല. ഓക്കെ, വരൂ. കമോൺ ഗൈസ്, കമോൺ. നമുക്ക് ഞാൻ 2-3 പാട്ടൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. നമുക്ക് പാട്ടൊക്കെ പാടിയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ,
Okay, then ഒരു അടിപൊളി കാര്യം പറയാണ്ട് മക്കളെ ഇതാ വരുന്നു. ഇഗ്നോർ എക്സാം 4.0. ഞാൻ ചെറുതായിട്ട് അവിടെ പടക്കൊക്കെ വെച്ചിരിക്കുന്നത് വിഷുവല്ലേ, തൃശ്ശൂർ പൂരല്ലേ കഴിഞ്ഞ. അതുകൊണ്ടാണ് ഇതോട് ഇപ്പൊ എഡിറ്റേഴ്സ് ഒക്കെ ചോദിച്ചു സാർ എന്താണ് ചോദിച്ചു. ഞാൻ കുറച്ച് കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ പടക്കങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഓക്കെ, സോ ഇതാ മക്കളെ വരുന്നു ഇഗ്നോർ 4.0. എക്സാം വരികയല്ലേ അല്ലേ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ, നല്ല മാർക്ക് വേണ്ടേ, അതിന് എന്ത് വേണം, നല്ല രീതിയിൽ പഠിക്കണം അല്ലെ. നല്ല കോച്ചിങ് നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, എക്സാമിന്റെ ബേസ് ചെയ്തിൽ പല പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ സിമ്പിൾ ടിപ്സ് ആണ് കേട്ടോ പഠിക്കാനുള്ളത്. വേഗം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം, എല്ലാവരും ജോയിൻ ചെയ്യാൻ പറയാട്ടോ. ഇവിടുന്ന് എഡിറ്റർ ചോദിച്ചാൽ കൗതുക ലേശം കൂടിപ്പോയോ എന്നൊക്കെ, കാരണം കുറച്ചുകൂടി പടക്കം കൂടിപ്പോയി. തൃശ്ശൂർ പൂരത്തിനായതുകൊണ്ടാണ് തോന്നുന്നു. കിടക്കട്ടെ അല്ലേ അല്ലേ. സോ നെക്സ്റ്റ് ഇഗ്നോയുടെ ക്രാഷ് കോഴ്സ് ആണ് നമ്മളിപ്പോ ഇവിടെ അവൈലബിൾ ആണ്, ഫ്യൂച്ചർ പ്ലസിൽ അവൈലബിൾ ആണ്. 40 days ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെയാണ് നോക്കുന്നത്, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി ആണ് നമ്മൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ MA ഇംഗ്ലീഷ്, M.Com ആണ്, പിന്നെ MA സൈക്കോളജി. ഇങ്ങനത്തെ 7 കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പല സ്ഥലത്തിൽ, കേരളത്തിലെ പല സ്ഥലത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. ആകെ വരുന്നത് 3,500 ആണ് കേട്ടോ ഇതിന്റെ എക്സാം ഫീ, ഇതിന്റെ കോച്ചിങ്ങിന്റെ ഫീ ആയിട്ട് വരുന്നത്. നമ്മൾ കൊച്ചി, കാലിക്കറ്റ്, മഞ്ചേരി, പട്ടാമ്പി, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, ട്രിവാൻഡ്രം, വയനാട്, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലാണ് നമ്മളെ ഉള്ളത് ഫ്യൂച്ചർ പ്ലസിന്റെ. സോ എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വരും എല്ലാവരും വരി. 7:06 അല്ലോ ലേറ്റായി വരാ, നേരം മെഴുകിയാൽ പ്രശ്നമാണ് ഉണ്ണി. സോ ഹിയർ വരിക, ഞാൻ തുടങ്ങാം കേട്ടോ, ഇനി ആരും വെയിറ്റ് ചെയ്യൊന്നുമില്ല, സമയമില്ല. റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ് എടുക്കുന്നത്. റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ് എടുക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പർ ആണ്. എല്ലാവരും ഒന്ന് വരിക പ്ലീസ്. ഒന്നും കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് കൈസ്, വരൂ. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിക്കാനുള്ളത് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഈ റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സംഭവം? അതെന്താന്ന് വെച്ചാല് ഇറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. The development of sociological perspective ആണ് ഇതിനകത്തുള്ളത്. And also its objective എന്താ വെച്ചാൽ provide students with a comprehensive background of development of process. അപ്പോൾ കുട്ടികൾക്ക് എന്ത് മനസ്സിലാക്കണം? Students have to know about the background of the development process. Development processന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് പഠിക്കുന്നത്? റീതിങ്കിങ് ഡെവലപ്മെന്റ് പഠിക്കുന്നത്. സോ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. എന്തിനാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കില്ലേ അല്ലേ? ആരോ ഇന്നസെന്റ് എന്ന് ചോദിക്കുന്നത്, നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ LLB. അത് നീ എന്തിനാ പഠിക്കുന്നത് അതേപോലെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചോളൂ. കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കണ്ടേ? പല ഡെവലപ്മെന്റ് ഇത് പഠിക്കാണ്ട്. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഓക്കെ, come on fast guys, വരൂ എല്ലാവരും വരൂ. ഇനി ലേറ്റ് ആയാൽ സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓരോ ക്വസ്റ്റ്യൻസും അധികം ബോറടിപ്പിക്കാണ് എടുത്തുതരാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ കോണ്ടീഷൻ ഓഫ് ഡെവലപ്മെന്റ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ കോണ്ടീഷൻ ഓഫ് ഡെവലപ്മെന്റ്. അങ്ങനെയായിരിക്കും. ഇത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. 20 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ മക്കളെ എഴുതുക? എങ്ങനെയുണ്ട്? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ ടിപ്സ് ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് നോക്കി നോക്കും. ഒക്കെ ഞാൻ ഓരോ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത് എങ്ങനെ എഴുതണം. എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ അറ്റൻഡ് ചെയ്യുവാണ്? സ്റ്റാർട്ടിങ് എന്ത് പറയണം? വെറുതെ അങ്ങോട്ട് എഴുതി വിടരുത് അല്ലേ? പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ കോണ്ടീഷൻ ഓഫ് ഡെവലപ്മെന്റ്. അതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എങ്ങനെ എഴുതണം? ഇറ്റ്സ് എ കോർ ഡെവലപ്മെന്റ് ഓഫ് often refers to the physical growth and nature.
This can be observed in the context of human development. അങ്ങനെ നമുക്ക് അറിയുന്ന പോയിന്റ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോ, ബുക്കും പെനൊക്കെ എടുക്കണേ. This can be observed in the context of human development, where it is encompasses the stage of infancy, childhood, adolescence and adulthood. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇങ്ങനെ തുടങ്ങി വെക്കണം. ഓക്കെ, എങ്ങനെ എന്തൊക്കെയാ പറയാനുള്ളത്? എൻകംപൈസ് സ്റ്റേജ് ഓഫ് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഇങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്ലെയിൻ ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ ആണേ. പിന്നെ സെക്കൻഡ്, സിമിലർലി ഇൻ ദ റിയലം ഓഫ് അർബൻ പ്ലാനിങ്, അല്ലെ, ഇതിന്റെ അകത്ത് ചെറുതായിട്ട് നമുക്ക് ആ ഒരു റൂറൽ ടച്ച് ഒന്ന് വിട്ടിട്ട് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ഇവിടെ അർബൻ ഏരിയാസിനെ പറ്റിയിട്ടും അതേപോലെ പൊളിറ്റിക്കലും എക്കണോമിക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാറ്. അതൊക്കെ നമുക്ക് എന്ത് വേണം? ക്രിയേറ്റിവിറ്റി വേണ്ടേ? അപ്പൊ ക്രിയേറ്റിവിറ്റി നമുക്ക് ലേശം വേണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ആയിരിക്കുമല്ലോ അല്ലെ, ചെറുതായിട്ടെങ്കിലും. പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പേപ്പറിനൊക്കെ ലാസ്റ്റ് പേജിലൊക്കെ ഉണ്ടാവും ചെറുതായിട്ടെങ്കിലും അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ കുറെ പോയിന്റ് കിട്ടൂടാ. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്താൽ മതി. സിമ്പിളാണ്. So similarly, the realm of urban planning and infrastructure development initials the construction of building, roads and other physical amendments to support growth, population and meet evolved needs. So ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം? ഡെവലപ്മെന്റ് ആണല്ലേ വരുന്നത്. നമ്മളെന്താ പഠിക്കുന്നത്? റീതിങ്കിങ് ഡെവലപ്മെന്റ് ആണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നൈസായിട്ടൊന്ന് ആഡ് ചെയ്യാം. ഈ ഒരു പോയിന്റ് ചില എക്സാമിനേഷൻ പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, അതിലൊക്കെ വേണം നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, the development initial the construction of buildings, roads and other physical amendments to growth, population and meet involvement needs. So growing of population. So ഇതൊക്കെ എന്താ പറയുന്നത്? ഇതൊക്കെ ഡെവലപ്മെന്റ് അല്ലേ? ഗ്രോത്ത് ആണ് അവിടെ വരുന്നത് അല്ലേ? എന്തൊക്കെ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ AI-ന്റെ കാലഘട്ടാ. ഇപ്പൊ നമ്മളെ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോ ഒരു ഫോട്ടോ ഉണ്ട്, ഇവരെന്നെയാണോ നോക്കിപ്പോയി. അല്ല, നമ്മളെ ഒരു കോർഡിനേറ്ററാ. അവ നോക്കിയപ്പോ ആ ഫേസ് അല്ല. സോ അത് അത്ര രീതിയിലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു അതല്ലേ ഇപ്പോൾ ഉള്ളത് അല്ലേ? സോ അതുകൊണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്. സോ ഈ പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കേണ്ടത്. ഡെവലപ്മെന്റ് അല്ലേ? നമ്മളെ എന്താ പറയാ, AI-യുടെ കാലഘട്ടം. അതൊക്കെ ഇതിൽ എന്തായാലും മെൻഷൻ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ പറയാനുണ്ട്. ഞാൻ ഓരോന്നോരായിട്ട് പറഞ്ഞുതരാം. ഡെവലപ്മെന്റ് ഇനീഷ്യൽ ടു കൺസ്ട്രക്ട് ഓഫ് ബിൽഡിംഗ്, റോഡ്സ് ആൻഡ് അതർ ഫിസിക്കൽ അമെൻമെന്റ്സ്. നോട്ട് ചെയ്ത് നോക്കണേ. ടു സപ്പോർട്ട് ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് മീറ്റ് ഇൻവോൾവ്മെന്റ് നീഡ്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സോ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ട്. അത് ബോറടിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടോ. ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ. ഞാൻ എല്ലാ ആൻസേഴ്സിനും ഇങ്ങനെയാണ് എഴുതി വെച്ചത്. സോ നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ആവും. ഓക്കെ, എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്? Other predominant connotation of development is economic progress and advancement. It's must, man. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ്. എന്താ? എക്കണോമിക് പ്രോഗ്രസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ലേ? എക്കണോമിക്കൽ അല്ലേ? അതില്ലെങ്കിൽ എന്ത്? നല്ല രീതിയിലൊരു പ്രോഗ്രസ് വേണം നമുക്ക്. ഫണ്ട് വേണം, എക്കണോമിക്കലായിട്ടുള്ള ഫ്രീഡം വേണം. സോ ഡെവലപ്മെന്റ് ഈസ് എക്കണോമിക്കൽ അഡ്വാൻസ്മെന്റ്. സോ ഇതൊക്കെ നേഷനെ പറ്റി, നേഷന്റെ അഡ്വാൻസ്മെന്റ് ഒക്കെയാണ് ഇതിനോട് പറയുന്നത്. ദിസ് ഇൻവോൾവ്സ് ഇനിഷ്യേറ്റീവ്സ് എയിം ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ഉദ്ദേശം? എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? involves initiative aim to increase productivity. Productivity കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ so then fostering innovation and enhancing innovation എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കേട്ടില്ലേ അല്ലെ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ടീഷർട്ടിന്റെ ബാക്കിൽ എഴുതിയ അങ്ങനെയാണ് ഞാൻ ഇന്നോവേഷൻ എന്ന വേർഡ് ഒരു 4-5 കൊല്ലം മുന്നേ ഇതിന്റെ ഒരു വേർഡിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സോ ഇന്നോവേഷൻ വെച്ചാൽ ക്രിയേറ്റിംഗ് ന്യൂ ഐഡിയാസ്, ഫോസ്റ്ററിംഗ് ടു ഇന്നോവേഷൻ ആൻഡ് എൻഹാൻസിങ്
ലിവിങ് സ്റ്റാൻഡേർഡ് വിത്തിൻ സൊസൈറ്റി. നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരൊറ്റ പോയിന്റ് മറക്കാണ്ട് എഴുതി വെച്ചോ, നിങ്ങൾക്ക് മാർക്ക് അങ്ങോട്ട് കിട്ടും. എക്സാം വരുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് എഴുതണം. This involves initiative aim to increase productivity. നോട്ട് ചെയ്ത് വെക്കണം. ഓരോ സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മായുന്നുരാവും താരങ്ങളും. ഓക്കെ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ഫോസ്റ്ററിങ് ഇന്നോവേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ് വിത്ത് ദ സൊസൈറ്റി. ഈ 3 പോയിന്റ് എന്തായാലും മറക്കാതെ എഴുതിയിരിക്കണം ഗൈസ്, അല്ലേ? Then അടുത്തത് എക്കണോമിക് ഡെവലപ്മെന്റ് ഫസ്റ്റ് ആണ് നോട്ട് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് encompasses effort to stimulate job creation. Efforts to stimulate job creation, attract investment and build sustainable industries and contribute overall prosperity welfare. So this is the main objective. 2 ഒബ്ജക്റ്റീവ് ഇതിനകത്ത് കാണുന്നിരുന്നത്. എന്താണ് ഉദ്ദേശം? എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എഫേർട്ട് സ്റ്റിമുലേറ്റ് ജോബ് ക്രിയേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെ? ജോലി സാധ്യത. അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, അതൊക്കെയാണ് ഡെവലപ്മെന്റ് ഓഫ് ദ നേഷൻ കാരണമാകുന്നത്, അല്ലെ? ഇതൊക്കെ വേണം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് എങ്ങനെയാണ്, അല്ലേ? ജോബ് ക്രിയേഷൻ വേണം, അല്ലെ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂത്ത് നേരിടുന്ന പ്രശ്നമാണ്, അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, ജോബ് ക്രിയേഷൻ മസ്റ്റ് ആണ്. അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? സസ്റ്റൈനബിൾ ഇൻഡസ്ട്രീസ് വേണ്ടേ? ഇറ്റ്സ് ഓൾസോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വാട്ട് വിൽ വി ഗെറ്റ്? പെർസ്പെക്റ്റീവ് ആൻഡ് വെൽഫെയർ. ഓക്കെ, കിട്ടിയോ? സിമ്പിൾ അല്ലേ? അടുത്ത പോയിന്റ്, ഫസ്റ്റ് പഠിച്ചെന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ ചോദ്യം എന്താണ്? മറന്നു പോയത് ഗൈസ്. എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഫസ്റ്റ് എക്കണോമിക് ഡെവലപ്മെന്റ് എഴുതുക, അതിന് മുകളിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക, പിന്നെ ഇങ്ങനത്തെ ഓരോ 2 ഒബ്ജക്റ്റീവ് പഠിച്ചു നിൽക്കുന്നത് അത് എഴുതുക. നെക്സ്റ്റ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ പറയണം? ഇൻ ഡിജിറ്റൽ ഏജ്, ഇവിടെ നമുക്ക് കറണ്ട് വേൾഡിനെ പറ്റിയിട്ടും അതേപോലെ ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജിനെ പറ്റിയിട്ടും എന്തായാലും മെൻഷൻ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാ? ഇൻ ഡിജിറ്റൽ ഏജ് ഡെവലപ്മെന്റ് ഈസ് ഓഫൺ സിനോണിമൈസ് ദ ടെക്നിക്കൽ ഇന്നോവേഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ്. ശരിയല്ലേ? synonyms with technological and innovation and advancement. ടെക്നോളജിക്കൽ ഇന്നോവേഷന്റെ കാലഘട്ടം. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ പലരും എത്ര രീതിയിൽ ഇന്നോവേഷനാണ്, എത്ര രീതിയിൽ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ നടക്കുന്നത്. ഇന്നോവേറ്റീവ് ഐഡിയാസ് ഈ അടുത്തല്ലേ, വിത്തിൻ ഐ തിങ്ക് 2 months ഇപ്പോൾ വാട്സപ്പിൽ വരെ AI വരുന്ന കാലഘട്ടം. എന്തൊക്കെ എത്ര തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വന്നത്. സോ ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ദ ക്വസ്റ്റ്യൻ, ദ കണോട്ടേഷൻ ഓഫ് ദ ഡെവലപ്മെന്റ്. സോ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെ എഴുതണം? synonyms with technological innovation and advancement. It's in a digital age. So ഇന്നത്തെ current സ്റ്റേജിനെ പറ്റിയും നൈസ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട, മിഡിലേക്കാണ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അടുത്ത പോയിന്റ്, ദിസ് ഇൻക്ലൂഡ്, ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ക്രിയേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. മനസ്സിലായല്ലോ? ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർസ്, the system of re-evolutionize industries and reshape everyday life. സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് ഇത്. Revolutionize the industries and reshape everyday life. Okay? So that is the second point of technological development. എഴുതിയിരിക്കണം മക്കളെ, പറയുമ്പോൾ ഓരോ കാര്യങ്ങളും. നെക്സ്റ്റ് വൺ, സോ ഇതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്, പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും AI യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ, ChatGPT അല്ലെ, ഇതൊക്കെ ChatGPT അഡിക്റ്റ് ആയ ആൾക്കാരാവട്ടോ കുറെ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഇല്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിയാ എന്തായിരിക്കും അവസ്ഥ? ഇത് ക്രിയേറ്റിവിറ്റി ലോസ് ചെയ്യുന്ന സംഭവം കേട്ടോ AI എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ the technological development derives progress in the field such as informative technology. IT മേഖല അല്ലേ? IT മേഖല സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് 10th എനിക്ക് എൻ്റെ 10th എൻ്റെ മാർക്സ് നോക്കിയപ്പോൾ
IT വലിയ പിടുത്തൊന്നുമില്ലാത്ത ആളാ. ക്രിസ്ത്യൻ കോളേജ് തന്നെ ഞാൻ പഠിച്ചത്. അപ്പോൾ IT-ലും മലയാളത്തിലും മാത്രമേ എനിക്ക് A+ കിട്ടിയിട്ടുള്ളൂ. സോ ഒരു കുന്തും എനിക്ക് അറിയില്ല ആ ടൈമിൽ. പക്ഷെ ഇപ്പൊ നോക്കിയാ അഡ്വാൻസ് ടെക്നോളജിയാണ്, പക്ക അഡ്വാൻസ്ഡ് ആണ്. സോ technological development is an important thing in the progress of the field. Technological development is an important field such as information technology. So IT-ൽ ഇത്ര ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, നേഷന്റെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. റെഡി അല്ലേ? സോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ച് വെക്കണേ, മറന്നു വരുത്. അടുത്തത് ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? നമ്മള് IT-നെ പറ്റി പഠിച്ചു. ഇനി ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഇരിക്കുന്നു അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് and renewable energy shaping the future and of humanity. So it's an important thing to the future of humanity. So artificial intelligence, renewable energy shaping the future of humanity. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കണം. സിമ്പിളാ. Okay, next sociological development. അപ്പോൾ എന്ത് പഠിച്ചു? ടെക്നോളജിക്കലി പഠിച്ചു, എക്കണോമിക്കലി പഠിച്ചു. അടുത്തത് സോഷ്യലാണ് പഠിക്കുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ്. എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ? സോ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഫസ്റ്റ് വൺ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇത് രണ്ടും ഇതിൽ മെൻഷൻ ചെയ്യണം. ബിയോണ്ട് പിന്നിലെ beyond economical development and technological dimension development also pertains the progress, social progress or well-being. Social progress or well-being important ആണ് ഈ രണ്ട് പോയിന്റ്സ്. സോ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, മറക്കരുത്. This involves initiatives aimed at promoting equality, social justice and human rights. So ഇത് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു? ഇനിഷ്യേറ്റീവ് എയിം ടു പ്രൊമോട്ടിംഗ് ഇക്വാലിറ്റി. It's aimed. This aim at promoting equality. Okay. ഇതൊക്കെ സോഷ്യൽ. ഇതിപ്പോ ചെറുതായിട്ട് നമ്മൾ സോഷ്യോളജിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കാൻ സംഭവം തന്നെയാണ്. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ അടുത്തത്. ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സച്ച് ആൻ ഇമ്പോർട്ടൻ്റ് തിങ്. And social justice. So this is involved in social development. എങ്ങനെ ഇതിനകത്ത് അടുത്ത് വരുന്നത് എന്തൊക്കെയാ പറയുക? ഒന്ന് പ്രിവെന്റ് ചെയ്യാണ്, എക്കണോമിക്, ടെക്നോളജിക്കൽ, സോഷ്യൽ. സോ ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണേ. ഇറ്റ്സ് ഇൻവോൾവ്സ് ഇനിഷ്യേറ്റീവ് എയിം ടു പ്രൊമോട്ട്. എന്തിനാണ്? ടു പ്രൊമോട്ട് ഈക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ. വരൂ. ഹായ്, ഹലോ. ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ട്. വരൂ, ഓരോരുത്തർ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യൂ വേഗം, എന്നാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? വരൂ. ഇൻട്രസ്റ്റ് വലിയ കുറവൊന്നുമില്ല കേട്ടോ, സമ്പടി വിളിയൊക്കെ തന്നെ. നെക്സ്റ്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് encompasses efforts of improving access to education. അടുത്ത പോയിന്റ് കൊണ്ട് വരുമ്പോൾ നമുക്ക് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹൗസിംഗ് ആൻഡ് ബേസിക് services ensure that all members of society have the opportunity to lead fulfill lives. അടുത്ത പോയിന്റ് സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹികമായ ഒരു മുന്നേറ്റം അല്ലെ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് encompasses effort to improve access of education. എഡ്യൂക്കേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലെ? എഡ്യൂക്കേഷനും ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ഇത്തരം പോയിന്റുകൾ മറക്കാതെ എഴുതിയിരിക്കണം ഗൈസ്. എന്തൊക്കെയാണ്? ഇംപ്രൂവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, ബേസിക് സർവീസ്. ഇതൊക്കെ ബേസിക് ആണ് അല്ലേ? ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ലേ? സോഷ്യൽ എന്ന് വരുമ്പോ സാമൂഹികം എന്ന് പറയുമ്പോ എന്തൊക്കെയാ? AI മാത്രമല്ല, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് ഇതൊക്കെ ഇൻക്ലൂഡ് അല്ലേ? ഹെൽത്ത് കെയർ, ഹൗസിംഗ്, ബേസിക് സർവീസ്, ബേസിക് നീഡ്സ് വരെ ഇതിനകത്ത് എന്തായി ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. Ensure that all members of the society have the opportunity to fulfill the life. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അല്ലേ? All have the responsibility to lead the nation, to develop the nation, right? അല്ലേ? അതല്ലേ ഇതിൽ പറഞ്ഞ പോയിന്റ്? സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് പഠിക്കാം. നെക്സ്റ്റ്, അടുത്തത് അപ്പൊ നമ്മള് ടെക്നോളജിക്കലി കഴിഞ്ഞു, സോഷ്യോളജിക്കലി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
On the individual level, development refers the personal growth. ഇതൊക്കെ നമുക്ക് എന്തൊരു ഗുണമാണ് ഗൈസ്. പേഴ്സണൽ ഗ്രോത്തിന് ബെറ്റർ അല്ലേ? സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇൻക്ലൂഡ് ദ അക്വസിഷൻ ഓഫ് നോളജ്. ദിസ് ഇൻക്ലൂഡ് ദ അക്വസിഷൻ. കുറേ രീതിയിലെ അറിവുകൾ നമുക്ക് ലഭിക്കില്ലേ? സിമ്പിൾ ആണ്. സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഹോസ്റ്റലിക് ഡെവലപ്മെന്റ് ആൻഡ് ദ ഫുൾഫിൽ. ഇതൊക്കെ നമുക്ക് എന്തിനാണ് ആർക്കാ കൊടുക്കുന്നത്? നേഷൻസ് ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് വളരെ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? നമ്മൾ കാലഘട്ടം എടുത്ത് നോക്ക്, എത്ര രീതിയിൽ IT ഫീൽഡ് ഉദിച്ചു വരുന്നത്. ജസ്റ്റ് കോഴിക്കോടിനെ എടുത്ത് നോക്കിയാൽ ഹൈലൈറ്റ് മാളിലൊക്കെ എത്ര വേക്കൻസീസ് ആണ് വരുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡെവലപ്മെന്റ് അല്ലെ? എത്ര രീതിയിൽ എത്ര ഹൈടെക് ആയിട്ടുള്ള റോഡുകളൊക്കെ വരുന്നത്. ഡെവലപ്മെന്റ്. സോ ഹിയർ വി ക്യാൻ സീ acquisition of knowledge, skills and experience contribute the holistic. So ഇതൊക്കെ എന്ത് പറ്റുന്നു? Let's give a holistic development and fulfillment. Okay, next point, personal development encompasses self reflection. So ഇത് എന്തിനു കാരണമാണ്? It encompasses self reflection, goal setting and lifelong learning. സോ പേഴ്സണൽ ഡെവലപ്മെന്റ് എൻകംപൈസ് എവിടെയാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് വരുന്നത്? സെൽഫ് റിഫ്ലക്ഷനും ഗോൾ സെറ്റിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ലോങ് ലേണിങ്ങിലൊക്കെ ഇത് ശരിക്കും ലേണിംഗ് ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് റൈറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. യൂത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ. So their education, they have the ability to fulfill their dreams and also to protect the nation, right? Then it's also empowering individuals to realize their potential and lead meaningful lives. So it's give individuals to realize എന്താണ് മനസ്സിലാക്കേണ്ടത്? To realize the potential and lead meaningful lives. Potential and lead meaningful, അല്ലേ? മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം മനസ്സിലാക്കി തരുന്നു, റൈറ്റ്? ഇനി ഇതെങ്ങനെ എൻഡ് ചെയ്യണം മക്കളെ? ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവസാനത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യും അതാണ് എനിക്ക് പറയാൻ. വെതർ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? വെതർ ഇറ്റ്സ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ, സോഷ്യൽ. സോ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഷോർട്ടാക്കി വെക്കാം. എക്കണോമിക്കൽ, ഫിസിക്കൽ, ടെക്നോളജിക്കൽ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ. ദിസ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒന്ന് മറക്കാതെ എഴുതി വെക്കുക. ദിസ് കൊണോട്ടേഷൻ ഓഫ് ഡെവലപ്മെന്റ്. സോ ദിസ് ഡെവലപ്മെന്റ് അണ്ടർസ്കോർ ഹ്യൂമാനിറ്റി, perpetual quest, progress and improvement and evolution. So ഇതൊക്കെ കൺക്ലൂഷൻ ആഡ് ചെയ്യണ്ട. പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി എഴുതരുത്. ഒരു സിമ്പിൾ ആയിട്ട് എഴുതി വെക്കണം. നെക്സ്റ്റ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? സിമ്പിൾ എഴുതി കൂടെ? എങ്ങനെയുണ്ട്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത് എന്താണ്? How does urbanization as a progress help to understand development? എങ്ങനെയാണ് how does urbanization as a process? ഹലോ, ഹായ്. ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ടല്ലോ. പറയത്തില്ല. So urbanization as a progress of help understanding development. എങ്ങനെയാണിത്? urbanization ഡെവലപ്മെന്റ് കാരണമാണ്. ദ ഹെൽപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ് എങ്ങനെ മനസ്സിലാക്കുന്ന ഓർഗനൈസേഷൻ ത്രൂ ഡിസ്കസ്. ഇങ്ങനെ അടുത്ത ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്തെഴുതും ഗൈസ്? എങ്ങനെ എഴുതണം പറഞ്ഞുതരാം. സിമ്പിൾ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സിമ്പിൾ ആണേ. അർബനൈസേഷൻ ദ പ്രോസസ് ഓഫ് പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ഓഫ് അർബൻ ഏരിയസ്. സിമ്പിൾ, വളരെ സിമ്പിൾ. അർബനൈസേഷൻ അത് എവിടെയാ പറയുന്നത്? പ്രോസസ് ഓഫ് പോപ്പുലേഷൻ കോൺസെൻട്രേറ്റഡ് ഇൻ അർബൻ ഏരിയസ്. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അല്ലേ? സോളമോന്റെ സംഗീതം. It's encompasses by the growth of cities. നഗരങ്ങളുടെ വളർച്ച അല്ലേ? നമ്മള് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ എടുത്തു നോക്കിയാൽ ലാക്ക് ഓഫ് ഡെവലപ്മെന്റ് അല്ലേ? സൗത്ത് ഇന്ത്യയിലേക്ക് മുംബൈ, അതേപോലെ അങ്ങനത്തെ ഏരിയയിലൊക്കെ, ചെന്നൈയിലേക്ക് എത്തി നോക്കിയാൽ എന്ത് മനസ്സിലാവും? സിറ്റീസ് ഒക്കെ ഡെവലപ്മെന്റ് ആവുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനത്തെ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതുകൊണ്ടാ അല്ലേ? ടോട്ടലി ചേഞ്ച് ആണ്.
or society adakam. So that's also cause such a big development, right? So urban areas are combined by the growth of cities. സിറ്റീസിന്റെ ചില്ലറെന്നല്ല വരെ ഒരു ഡെവലപ്മെന്റ് കാരണം. നെക്സ്റ്റ് serves as a lens through which comprehends development. So it can be see through the lens through which encompasses development. So ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ചോദ്യം മനസ്സിലാക്കണേ, മറന്നു പോരുത്. അടുത്തത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, സിമ്പിൾ. അടുത്ത എക്കണോമിക് ഡെവലപ്മെന്റ് എന്തിനു കാരണമാകുന്നു? ഇത് ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്കരുത്. ഞാൻ പറഞ്ഞത് സിമ്പിൾ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്നേ ഉള്ളൂ. Urbanization is often synonymous with economic development. Economic development എങ്ങനെയാണ് synonymized as cities become hub of commerce. അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കി എത്ര രീതിയിലെ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്, എത്ര രീതിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. ബിക്കോസ് ആൻഡ് ഓൾസോ പല രീതിയിലെ അബ്രോഡ് സ്റ്റഡീസ് വരുന്നില്ലേ, അബ്രോഡ് സ്റ്റഡീസ്. സോ ഇറ്റ്സ് ഓൾസോ കോസ് ഡെവലപ്മെന്റ്. അവിടേക്ക് കയറ്റി ആൾക്കാർ അങ്ങോട്ട് പുറത്ത് പോവല്ലേ സ്റ്റഡീസിനൊക്കെ. അത് ഇവിടുത്തെ വലിയ പ്രശ്നമാട്ടോ, അവിടെ ഡെവലപ്ഡ് ആവുകയുള്ളൂ. സോ that also cause a lack of development in our cities. അവിടുന്ന് പഠിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്, അവിടെ എന്ത് വരുന്നത്, ഗ്രോത്ത് വരുന്നു അല്ലേ. സോ urbanization often synonyms economic development as cities become hub of commerce. ഹബ് ഓഫ് കോമേഴ്സ് ആയി വരുന്നുണ്ട് അല്ലേ. ആൻഡ് ഇൻഡസ്ട്രീസ്, ഇന്നോവേഷൻസ്, ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് this concentration, ഇത് എവിടെ വരുന്നു? This concentration of economic activities in urban centers fosters specialization, economic of scale, of efficiency, of gains. കുറച്ച് ടഫല്ലേ പോയിന്റ്, പക്ഷെ മനസ്സിലാക്കിയത്. This concentration of economic activities ഇത്തരത്തിൽ എക്കണോമിക് ഓഫ് ഇൻ അർബൻ സെന്റേഴ്സ് fosters stabilization, economic of scale, and it's give an efficiency gains. നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിൻ ചെയ്യാൻ വെച്ചാൽ കയറ്റിയെടുക്കാം, നല്ല രീതിയിൽ പ്രോഗ്രസ്, അതാണ് ഗെയിൻ ചെയ്യാന്ന് പറയാം. സോ ഇറ്റ്സ് ഓൾസോ കോസ് എ ഗെയിൻ ഓഫ് എഫിഷ്യൻസി ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ്, and urban areas often employment opportunities, access to market and avenues for skill development. So urban areas often employment opportunities, so it's given employment opportunities അല്ലെ. അവർക്കൊക്കെ കൂടുതൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ 2 months ബിഫോർ ആണ് തോന്നുന്നു ഹൈലൈറ്റ് മാളിൽ അങ്ങനെ ഒരു ജോബ് ഫെയർ നടന്നിരുന്നു. ഈ ഒരു തൃശ്ശൂർ പൂരം നടത്തുന്നതിന് അത്ര രീതിയിൽ ആൾക്കാരാണ് വന്നത്. സോ ഇറ്റ്സ് ഓൾസോ അബൌട്ട് employment opportunities കിട്ടുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകും അല്ലേ. സോ ദിസ് ഗീവ് ആക്സസ് അല്ലെ, ഇത് കൂടുതലും ആക്സസിബിൾ ആണ് ടു മാർക്കറ്റ് ആൻഡ് അവന്യൂ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്. സോ ഇറ്റ്സ് ഓൾസോ ഗീവ് new technological, new innovative ideas to contributing to poverty reduction and income generation. Simple point എങ്ങനെ it's contributing to poverty reduction and income generation. എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോയിന്റ്. ഇതൊക്കെ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചോ. കോൺട്രിബ്യൂട്ടിംഗ് ടു പോവർട്ടി റിഡക്ഷൻ, പോവർട്ടി റിഡക്റ്റ് കുറച്ചിട്ട് എന്ത് കൂട്ടുന്നു? ഇൻകം ജനറേഷൻ കൂട്ടുന്നു. ദാറ്റ്സ് ഓൾസോ ഡെവലപ്പ് ദ നേഷൻ, റൈറ്റ്? നെക്സ്റ്റ് പോയിന്റ്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എക്കണോമിക്കലി പഠിച്ചു, ഇത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ? Here we can see urbanization also facilitates access to education, healthcare and social services. So ഇതൊക്കെ എവിടെ ആക്സസിബിൾ ആണ്? ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഈ അർബനൈസേഷനിൽ എവിടെയൊക്കെ വരുന്നു? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ സർവീസ്. To improve living standard and enhance the quality of life. So it's give improving living standard, quality of life. അല്ലേ? സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റൈൽ വരെ മാറ്റിത്തരും അല്ലേ? However, it can also accelerate social inequalities, leading urban poverty, slum, provision, and marginalized of valuable. So it's also give. So equality of life change ചെയ്യുമ്പോൾ എവിടേക്കാ ചേഞ്ച് ആവുന്നത്? However, it can be accelerate social qualities, leading to urban poverty, slum, provision, and marginalization of valuable.
ഇതിനൊക്കെ ഒരു ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യുമ്പം ഈ തരത്തിലുള്ള സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ കാരണമാകുമ്പോൾ ഇതിനൊക്കെ ചേഞ്ച് വരുന്നു. എങ്ങനെയുണ്ട്? നെക്സ്റ്റ്, cities serve as a melting pots of ideas, benefits and lifestyle, promoting tolerance and diversity and social cohesion. So ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിൽ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ആന്ധ്ര പറയണ്ട വേറെ ഏതെങ്കിലും സിറ്റീസിൽ ഏരിയാസിലൊക്കെ അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അത്ര രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ സിറ്റി. സോ ഇതൊക്കെ എവിടെ സിറ്റീസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് സെർവ്സ് എ മെൽറ്റിംഗ് പോട്ട് ഓഫ് ഐഡിയാസ്, അല്ലേ? ഐഡിയാസ്, ബിലീഫ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് ഓൾസോ ഗിവ് promoting tolerance, diversity and social cohesion. ഇതൊക്കെ ഇതിനൊക്കെ കാരണമാണ്. റൈറ്റ്? നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അടുത്ത പോയിന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതെങ്ങനെയാ? ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ necessity investment in the infrastructure. So ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഈ അർബനൈസേഷൻ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഗൈസ് ഉണ്ടാകുന്നത് നോക്കാം. such as transportation, water supply, sanitation and housing. ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. ശരിയല്ലേ? അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ, എത്ര രീതിയിലെ ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയും കാലം ഐ തിങ്ക് ഒരു 10 years ബിഫോർ എടുത്ത് നോക്കൂ, ഇലക്ട്രിക് വെഹിക്കിൾ കണ്ടിരിക്കുന്നു എവിടെയെങ്കിലും? മാക്സിമം ഒരു 1-2 ഉണ്ടാകുമെന്ന് ഡൗട്ടാ. ഇന്നൊന്ന് എടുത്തു നോക്കിയാൽ ഒരു സ്റ്റാൻഡിലോ ഒരു എന്താ പറയുക കാർ ബൈക്ക് പാർക്കിലൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊരു 30% ഇലക്ട്രിക് വെഹിക്കിൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എൻ്റെ നടക്ക ഇലക്ട്രിക് വെഹിക്കിളാണ്. എന്തുകൊണ്ട്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെവലപ്മെന്റ്, അല്ലേ? അത് നല്ലതും കൂടിയാണ്. നമ്മളെ സൊസൈറ്റിക്കും കൂടുതൽ ബെറ്റർ ആണ്. പൊല്യൂഷൻ, ലാക്ക് ഓഫ് പൊല്യൂഷൻ ഉണ്ടാവും, അല്ലേ? So the process of urbanization necessitates the investment in infrastructure such as so ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ process of urbanization ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ urbanization കൊണ്ടുവരുമ്പോൾ ഇറ്റ്സ് ഗീവ് ചേഞ്ച് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ സപ്ലൈയിലൊക്കെ കോർപ്പറേഷൻ, അല്ലേ? ആൻഡ് സാനിറ്റേഷൻ, ഹൗസിംഗ്, ഇതിനൊക്കെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇതാണ്, ഇറ്റ്സ് ഗുഡ് ഫോർ ദ ന്യൂ നേഷൻ. Effective urbanization planning and infrastructure development are crucial for sustainable urbanization. So effective urban development, അല്ലെ? എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ എന്തിന് കാരണമാകും? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കൂടി കാരണമാകും, അല്ലേ? അത് രണ്ടു കൂട്ടരും കുറച്ചുകൂടി നല്ലതാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഗുണങ്ങൾ ഉണ്ടാവും, അല്ലേ? സോ എഫക്റ്റീവ് അർബൻ പ്ലാനിങ് ഇതൊക്കെ ഇറ്റ്സ് ഗിവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ക്രൂഷ്യൽ സസ്റ്റൈനബിൾ അർബനൈസേഷൻ. സോ ഇതൊക്കെ എന്തിനു കൂടി കാരണമാണ്? എഫക്റ്റീവ് പ്ലാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ഫോർ സസ്റ്റൈനബിൾ അർബനൈസേഷനും കാരണമാകുന്നു. അവിടെ എന്തൊക്കെ വേറെ പ്രശ്നം വരുന്നുണ്ട്? ഈ ചലഞ്ചസ് എവിടെയൊക്കെ? സച്ച് ആസ് ട്രാഫിക് കോൺജഷൻ, പൊല്യൂഷൻ, ഇൻഡെഡിക്യൂസ് ഹൗസസ്. ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചതാണ്. മുംബൈ ആണ്, ഹൈടെക് ഡെവലപ്ഡ് സിറ്റിയാണ്. മുംബൈ ആണോ? ആയിരിക്കാം. അവിടെ എന്തുകൊണ്ട് ഇത്ര തിരക്ക് വരുന്നു? ചിലപ്പോൾ കൂടുതലും വെഹിക്കിൾ വന്നിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ പോപ്പുലേഷൻ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് മാത്രമല്ല, പൊല്യൂഷൻ, അല്ലേ? ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതിനൊക്കെ കാരണമാണ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. അടുത്ത എൻവയോൺമെന്റ് ഇമ്പാക്ട് എവിടേക്ക് വരുന്നത്? റാപ്പിഡ് അർബൻ ഗ്രോത്ത് ക്യാൻ ലീഡ് ടു ഇൻഹാബിറ്റ് ലോസ്. റാപ്പിഡ് ആയിട്ടില്ല, റാപ്പിഡ് പെട്ടെന്നുള്ള അർബൻ ഗ്രോത്ത് ഇത് എന്തിന് കാരണമാകുന്നു? ഇറ്റ്സ് ഗ്രോത്ത് ക്യാൻ ലീഡ് ടു habitat loss, deforestation, air and water pollution and increased carbon emission. So അതിന് ഗുണങ്ങൾ മാത്രമല്ല ദോഷങ്ങളുമുണ്ട് ഗൈസ്. എന്തൊക്കെയാണ് ദോഷങ്ങൾ നോക്കാം. ഇറ്റ്സ് deforestation കാരണമാകുന്നു, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു, ആൻഡ് ഓൾസോ ഇൻക്രീസ് കാർബൺ എമിഷൻ. കാർബൺ, അല്ലേ? കാർബൺ കൂടുതൽ യൂസ് ചെയ്യുന്നു ആൾക്കാർ. So it's also cause impact in environment, loss of environment, right? Here, sustainable urbanization entails adopting green technology
എന്താ ഗ്രീൻ ടെക്നോളജി നോക്കാം. പ്രൊമോട്ടിംഗ് renewable energy and implementing eco-friendly practices to migrate environmental degradation. So പറയുന്നത് എന്താ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരുമ്പോൾ അവിടെ എന്തൊക്കെ കാരണം ഒരു ഗ്രീൻ ടെക്നോളജിക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ത് പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി, സോ ദാറ്റ് മീൻസ് ദാറ്റ് ഷോസ് ദ ഇലക്ട്രിക് വെഹിക്കിൾസ്, റൈറ്റ്? ആൻഡ് implementing eco-friendly practice migrate environmental degradation. പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാനും ആർക്കറിയാം? നമുക്കറിയാം. അതിനാണല്ലോ പഠിക്കണത് അല്ലേ? എക്കണോമിക്കൽ ഗ്രോത്തിലും അതേപോലെ എല്ലാത്തിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മളിവിടെ കാണുന്നു. സോ ദാറ്റ്സ് എ കോഴ്സ്. സോ eco-friendly practices അല്ലേ? നെക്സ്റ്റ്, ഇനി ഗവേണൻസ് ആൻഡ് പോളിസി. എന്താണ് ഗവേണൻസ് ആൻഡ് പോളിസി എന്ന് നോക്കണ്ടേ? So that shows effective governance and policy frame are essential for managing urbanization. So effective governance and policy frameworks are essential. That is too important to managing urbanization and harnessing its potential for development. Managing urbanization and harnessing its potential for development. Urban policymakers must balance competing interests, addressing social inequalities and promote inclusive growth. So urban policymakers concentrate ചെയ്യുന്നുണ്ട്. It's also concentrate balancing of competing interests, interest, addressing social inequalities and promote inclusive growth. സോഷ്യൽ ഇനീക്വാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് കൂടി ഉണ്ടാവും. ഇനി എന്താണെന്ന് നോക്കാം. അടുത്തത് നെക്സ്റ്റ്, participatory decision making, transparent governance and accountable mechanism also crucial for fostering citizens engagement, empowering communities and ensure equitable access to renewable opportunities. Answer എങ്ങനെയാണ്? പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ്, ട്രാൻസ്പെറൻറ്റ് ഗവേണൻസ്, ഇതിനൊക്കെ നോക്കുമ്പോൾ ആൻഡ് അക്കൗണ്ടബിൾ മെക്കാനിസം ആർ ക്രൂഷ്യൽ. അക്കൗണ്ടബിലിറ്റി ഓഫ് മെക്കാനിസം, ഇതാണ് പോയിന്റിലേക്ക് കടക്കുന്നത്. ഇങ്ങനെയാണ് ക്രൂഷ്യൽ ഫോർ ഫോസ്റ്ററിങ്. ഇതിനൊക്കെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സിറ്റിസൺ എൻഗേജ്മെന്റ്, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഒരു ടുഗദർനെസ്സിനാണ്. എംപവറിങ് ഓഫ് കമ്മ്യൂണിറ്റീസ്, ആൻഡ് എൻഷുറിങ് ഒരു ഒത്തൊരുമ, ഒരു യൂണിറ്റി ഇല്ലേ, അതിനാണ് പറയുന്നത്. നെക്സ്റ്റ്, കൺക്ലൂഷൻ. നമ്മളിതിൽ എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ? അർബനൈസേഷൻ സർവീസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്. ക്വസ്റ്റ്യൻ എഴുതി വെച്ച ഓർമ്മയില്ലേ? ആ ക്വസ്റ്റ്യൻ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുക. എന്താണ് പറഞ്ഞു വന്നത്? അർബനൈസേഷൻ സർവീസ് ആൻഡ് ഡൈനാമിക് പ്രോസസ് ദാറ്റ് എൻകാപ്സ്യൂൾസ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്ന് ഷോർട്ടാക്കി തരുന്നതാണ്. ഇങ്ങനത്തെ പോയിന്റ് ഒക്കെ ആഡ് ചെയ്യണേ, സിമ്പിളാ. മാനുഫാക്ചറിങ് ദ ഡൈമെൻഷൻ ഓഫ് ഡെവലപ്മെന്റ്. സോ ഇതൊക്കെ ഡെവലപ്മെന്റ് കാരണമാകുന്നു. ആൻഡ് ഓൾസോ റാഞ്ചിങ് ഓഫ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ടു എൻവയോൺമെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗവേണൻസ്. സോ ഇറ്റ്സ് ഓൾസോ കോസ് ദ ഗ്രോത്ത് ഓഫ് development of sustainability, economic development, okay, environmental development. And ingane end cheyumbol, by understanding the interplay between urbanization and development, policy makers, planning and stakeholders, ഞങ്ങനെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അധികം ടൈം ഇതിനെ മോൾ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ്. സോ എന്നെ പറഞ്ഞ കാര്യങ്ങൾ എക്കണോമിക്കലും തിങ്കിങ് ഡെവലപ്മെന്റും ഒക്കെ അർബനൈസേഷനും ഒക്കെ നൈസായിട്ട് ആഡ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, it's also good for sustainable city for present and future generation. ഇങ്ങനെ തന്നെ end ചെയ്യണേ. ഓക്കെ, ഇനി ഒന്നും കൂടി ഞാൻ പറയാണ്, മറക്കരുത്. നമ്മളെ ഇഗ്നോന്റെ ഫ്രഷ് കോഴ്സ് എക്സാം 2.0 4.0 വരികയാണ്. അല്ലാണ്ട് മറന്നു വരുന്നേ. അടിപൊളി നമ്മളെ കോച്ചിങ് ഒക്കെയാണ് വരുന്നത്. മറക്കാതെ പഠിച്ചോ. അടിപൊളി കോച്ചിങ് ഒക്കെയാണ്. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഇഗ്നോറിന്റെ ക്രാഷ് കോഴ്സ് വരികയാണ് ഗൈസ്, ക്രാഷ് കോഴ്സ് വരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 40 days ആണ്. പല രീതിയിലെ UG കോഴ്സും PG കോഴ്സും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ അടിപൊളി നല്ല സ്കോറിൽ പാസ്സാവും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഗൈസ്. എന്താ ക്വസ്റ്റ്യൻ? ഡിസ്ക്രൈബ്
describe the historical perspective to origin of capitalist world economic order. Describe the historical perspective. Describe the historical perspective. Historical perspective നെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. To origin the capitalist world of economic order. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും ഗൈസ്? അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാണ്. Examining the historical perspective behind the origin of capitalism, tracking roots from the translation of feudalism. അപ്പോൾ പറയേണ്ട പോയിന്റ് ആയിരിക്കുകയാണ് translation of feudalism, rise of mercantilism, and ultimately അവസാനം advent of capitalism in domination of economic system. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ the emergence of capitalist economic order representing the pivoting environment in human history, reshaping the social. So this also called the emergence of capitalist world. ഇങ്ങനെ എഴുതിയിട്ട് emergence of capitalist world economic എന്ന് പറഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോവാ? It's give a reshaping of social and political economic landscape. It's also given a improvement of the growth. Okay, മറന്നു വരുന്നേ. ഇങ്ങനെ എഴുതിയിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫ്യൂഡലിസം. എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫ്യൂഡലിസം? The transformation from feudalism laid the groundwork of emergence of capitalism. So it's also called emergence of capitalism. Okay, however, changes such as Black Death, which lead labor shortage. ബ്ലാക്ക് ഡെത്ത് ഒക്കെ കുറേ പറയാനുള്ള കാര്യങ്ങളാണ്, അധികം ഞാൻ ബോറടിപ്പിക്കില്ല. ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അഗ്രികൾച്ചർ സ്പേർഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം തകർന്നത് എങ്ങനെയാണ്? ചേഞ്ചസ് സച്ച് ആസ് ബ്ലാക്ക് ഡെത്ത് കാരണമാണ്. ലീഡ് ടു ലേബർ ഷോർട്ടേജ്. അപ്പോൾ പണിക്കാരെ കുറവ് കൊണ്ട് അല്ലേ, due labor shortage and technological advancement in agriculture spurred the decline. So that's also caused the decline of feudalism. The breakdown of feudalism. അപ്പോൾ ഫ്യൂഡലിസത്തിന്റെ ഒരു തകർച്ച എന്തിനെ കാരണമാകുന്നു? coupled with the rise of urban centers. ഫ്യൂഡലിസം തകർന്നു വീണപ്പോൾ എന്ത് പൊന്തി വന്നു? അർബൻ സെന്റേഴ്സിന്റെ ഗ്രോത്ത് ആണ് കാണുന്നത്. ടു ഗ്രോത്ത് ഓഫ് കൊമേഴ്സ്. എന്തൊക്കെയാണ്? ഗ്രോത്ത് ഓഫ് കൊമേഴ്സ്, പിന്നെ creating conditions of conducive development of capitalist relation of production. So give a growth of all areas. Then അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, മറക്കാതെ എഴുതേണ്ട പോയിന്റ് ആണ് എന്ത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? സച്ച് an important point in this paper. Industrial Revolution which began Britain in 18th century. History ചെറുതായിട്ടൊന്ന് എഴുതിയേക്കണം. 18ാം നൂറ്റാണ്ടിലാണ് എന്ത് തുടങ്ങിയത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത്. Making a significant turning point of the development of capitalism. So capitalism such an effective ആയിട്ടുള്ള ചേഞ്ച് വരാൻ കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? പല പ്രശ്നങ്ങൾ കാരണമായില്ലേ? Technological innovations such as steam engine and mechanism production revolutionized manufacturing process, lead to unpredictable levels of productivity and economic growth. So the industrial revolution caused technological innovations, steam engine and mechanism production, and it's lead to unproductive level of productivity and economic growth. മറന്നു വരുന്നേ. ഇനി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ fuel urbanization, mass production. It's given mass production and emergence of capitalist enterprises and driven to profit motive. So എന്താണ് ഉദ്ദേശം? എന്താണ് ഒബ്ജക്റ്റീവ്? It's give emergence of capitalists. It's give emergence of capitalist enterprise and give motive, profit motives. Capitalism ഒരു ഉയർച്ച അവിടെ കാണാം അല്ലേ? And capitalism became increasingly intertwined with industrialization. So ഇതിൽ കണക്റ്റഡ് ആയി ഇൻഡസ്ട്രിയലൈസേഷൻ ക്യാപിറ്റലിസം കൂടി ബിങ്കിൾ ആയി. ഇറ്റ്സ് ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം റീപ്ലേസ് ദ ട്രഡീഷണൽ മോഡ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. സോ ഈ
ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ ഒക്കെ മാറ്റി പുതിയത് കൊണ്ടുവന്നു. റീപ്ലേസ് ട്രഡീഷണൽ മോഡ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ചെറുതായിട്ട് അറിയുന്നില്ലേ, അധിക രീതിയിൽ വലിച്ചു വരിയിടാൻ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഗ്ലോബൽ എക്സ്പാൻഷൻ ആണ്. ക്യാപിറ്റലിസം എങ്ങനെയാണ്? ദ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റലിസം ട്രാൻസ് ദ നേഷൻ ബൗണ്ടറീസ്. സോ ഇറ്റ്സ് കണക്ഷൻ ബിറ്റ്വീൻ നേഷൻ ബൗണ്ടറീസ്, ഫ്യൂഡൽ, ദ കോളനൈസേഷൻ, ഇംപീരിയലിസം ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ഈ 3 പോയിന്റ് മറക്കരുത്. ദ ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റലിസം പറയുമ്പോൾ മസ്റ്റ് എഴുതേണ്ട പോയിന്റ് ആണ് കൊളോണിയലിസം, ക്യാപിറ്റലിസം, ഇംപീരിയലിസം, ഗ്ലോബലൈസേഷൻ. സോ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ പവേഴ്സ് അല്ലെ, എസ്റ്റാബ്ലിഷിംഗ് കൊളോണിയൽ empires to exploit resources. So ഇവരെ ഇങ്ങോട്ട് വന്നപ്പോ ഇറ്റ്സ് ഗിവ് എക്സ്പ്ലോയിഷൻ ഓഫ് റിസോഴ്സസ്, ലേബേഴ്സിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, മാർക്കറ്റ്, ഡിസ്റ്റന്റ് ലാൻഡ്സ്, ഫെസിലിറ്റി, ഇന്റഗ്രേഷൻ ഓഫ് ഗ്ലോബൽ എക്കണോമിക്സ്. സോ ഇതിനൊക്കെ ഒരു തകിടം മറച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്, യൂറോപ്യൻ പവേഴ്സ് വരുന്നത്. ഓക്കെ, then capitalism became the dominant mode of production. So it's become the domination. അവർ കൂടുതൽ ഡെവലപ്മെന്റ് ഗ്രോത്ത് വരാൻ തുടങ്ങി ഇവർക്ക്. കാരണം it shaped, അത് എന്തിന് കാരണമായി, it shaped the economic relationship between the power of dynamics, economic relationship കൂടുതൽ സ്ട്രോങ് ആക്കി, and power of dynamic of global scale. So it means the economic growth ആണ്. Then ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം ഈ ആൻസർ? അവിടെ നമ്മൾ പറയേണ്ടത് ക്യാപിറ്റലിസത്തിനെ പറ്റിയാണ്. ക്യാപിറ്റലിസ്റ്റ് വേൾഡ് എക്കണോമിക് ഓർഡർ ഹാസ് origin in ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം. ഫ്യൂഡലിസം, ക്യാപിറ്റലിസം ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യണം. ആൻഡ് ചെറുതായിട്ട് പിന്നെ എന്തായാലും മെൻഷൻ ചെയ്യേണ്ട സംഭവമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. മറക്കാതെ എഴുതുന്ന പോയിന്റ് ആട്ടത്. ആൻഡ് ദ ഗ്ലോബൽ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റലിസം. സോ ഇറ്റ് സ്കോർസ് a good nation, and the capitalism continues evolve shaping modern world. So it's give a shape, adu shape tannile modern world ne ee capitalism കാരണം. It's essential for a വലിയ രീതിയിൽ ചലഞ്ചസും ആർക്ക് 21st centuryയിൽ കൊണ്ടുവന്നില്ലേ അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ് ഗൈസ്. എന്താണ് ക്വസ്റ്റ്യൻ? Analyze capability approach to human development. Analyze the capability approach to human development. എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ എഴുതണം? സോഷ്യൽ ഡെവലപ്മെന്റ് encompasses the improvement social well-being. സോഷ്യൽ വെൽബീയിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം ഇൻട്രൊഡക്ഷനിൽ. Justice with society, it will more addressing social inequality. So പറയേണ്ട പോയിന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആക്കി തരാം. സോഷ്യൽ ഇനീക്വാലിറ്റീസ്, സോഷ്യൽ ഇൻക്ലൂഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതൊക്കെ പറ്റി മെൻഷൻ ചെയ്യാം ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പറയേണ്ട പോയിന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് അപ്രോച്ച്. എന്താ ഹ്യൂമൻ റൈറ്റ്സ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ? ഹ്യൂമൻ റൈറ്റ്സ് അപ്രോച്ച് ടു സോഷ്യൽ ഡെവലപ്മെന്റ് എംബാൻസ് ദ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. ഡിഗ്നിറ്റി കാണിച്ചിട്ടാണ് എന്താണ് ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ പഠിപ്പിക്കുക. Recognize human right as a universal principle that should guide development. സോ ഡെവലപ്മെന്റ് മാത്രം പോരാ, എന്ത് വേണം, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും അവർ പറഞ്ഞു കൊടുത്തു. റെക്കഗ്നൈസേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ഗൈഡ് ഡെവലപ്മെന്റ് എഫേർട്ട്. സോ ഇറ്റ്സ് കോസ് ഇറ്റ്സ് ഗിവ് എ ഗ്രോത്ത് ഇൻ ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, this approach prioritizes the empowering marginalized and vulnerable groups. So ഇത് എന്തിനു കാരണമായി? It's give more marginalized valuable groups, ensuring the access to basic rights. It gives access to basic rights such as education, healthcare, housing, social protection. Okay, ഇതിന്റെ കാരണമായി അതിലൊക്കെ ഡെവലപ്മെന്റ് വന്നു. പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. എന്താണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ? ഇറ്റ് മീൻസ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി. സോ എല്ലാവരും ഇൻവോൾവ്മെന്റ് ആണ്, എല്ലാ കമ്മ്യൂണിറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. ഇത് കാരണം ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇതിന് കാരണം, റൈറ്റ്? Next, recognizing the importance value of local knowledge. Recognize the importance of local knowledge, value
of shaping development inventions. സോ ഇതിനൊക്കെ ഇത്രയും രീതിയിൽ ഡെവലപ്മെന്റിനും നോളജിനും ഒക്കെ കാരണമാകുന്നത് എന്താണ്? ലോക്കൽ നോളജ്, വാല്യൂസ്, ഇതൊക്കെ ഈ ഡെവലപ്മെന്റ് കാരണമാണ്. നെക്സ്റ്റ് വൺ, ജെൻഡർ സെൻസിറ്റീവ് അപ്രോച്ച്. എന്താണ് ജെൻഡർ സെൻസിറ്റീവ് അപ്രോച്ച്? ജെൻഡർ സെൻസിറ്റീവ് അപ്രോച്ച് ടു സോഷ്യൽ ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ അഡ്രസ്സിംഗ് ജെൻഡർ ഇനിക്വാലിറ്റീസ്. സോ ജെൻഡർ ഇനിക്വാലിറ്റീസ് അല്ലേ ഈ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ കൂടുതലും ഒരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് അല്ലെ ജെൻഡർ രീതിയിലേക്ക്. അപ്രോച്ച് സോഷ്യൽ ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ അഡ്രസ്സിംഗ് ജെൻഡർ ഇനിക്വാലിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് ജെൻഡർ ക്വാളിറ്റീസ്. Equality, right? The recognition that gender disparities intersect the forms of discrimination. പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പറയേണ്ടതാണ് എന്തായാലും. എന്താണ്? It's forms of discrimination based on race, class, sex and sexuality. ഇതിനൊക്കെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും ഇവിടെ കാണാം. Gender sensitive approach seeks to challenge the patriarchal norms. So ഇതെന്തിന് കാരണമാകുന്നു? It's seek of challenges of patriarchy. Patriarchy ചലഞ്ച് കാരണമാകുന്നു. It's empower women and girls. And promote participation. It's give a promotion of participation in decision making. So സ്ത്രീകളുടെ ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു രീതിയിലുള്ള പ്രോഗ്രസിനെയാണ് ഇവിടെ കാണിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്രോച്ച്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒന്നുകൂടി പറയുകയാണേ. ഇറ്റ്സ് ഗിവ് അപ്രോച്ച് ഓഫ് ഇന്റഗ്രേറ്റീവ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡയമെൻഷൻ ഓഫ് ഡെവലപ്മെന്റ്. ഇറ്റ്സ് ഗിവ് എൻവയോൺമെന്റൽ ഡയമെൻഷൻ ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് എന്തിനാണ്? ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ടു എൻഷുർ ഇന്റർ-ജനറേഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് എൻവയോൺമെന്റൽ stewardship. അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്രോച്ച് സീക്സ് ടു ബാലൻസ്. അടുത്ത ഒരു ഒബ്ജക്റ്റീവ് കൂടി ഉണ്ട്. ഇറ്റ്സ് ഗീവ് ടു ബാലൻസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. അതിനും കൂടി കാരണമാക്കണ്ടേ. ആൻഡ് ഓൾസോ ദെൻ അതിന്റെ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രൊമോട്ട് സച്ച് ആസ് ഗ്രീൻ ഗ്രോത്ത്, circular economy and also well-being present future generation. അതിനൊക്കെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൂടി കാരണമാകും. നെക്സ്റ്റ് വൺ, ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം? അപ്രോച്ചസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഡൈവേഴ്സ്. ഇതിൽ നമ്മൾ ചലഞ്ചസിനെ പറ്റി പറയാം, നേച്ചറിനെ പറ്റി പറയാം. ആൻഡ് ഓൾസോ ജെൻഡർ ഇക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മറന്നു പോരുത്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത്. And also society can advance the social development in holistic and inclusive manner. Next, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ബോറടിപ്പിക്കൂലേ. വുമൻസ് ഡെവലപ്മെന്റ്, ഗ്ലോബൽ ഇന്റൻസ് ഓഫ് മെഷറിംഗ് വുമൻസ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതണം? വെറുതെ വുമൻസിനെ പറ്റി എഴുതിയാൽ പോരാ. മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ പോയിന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷനിൽ പോകുമ്പോൾ ആ വുമൻ ഡെവലപ്മെന്റ് അറിയുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്താണ് ഈ ഗ്ലോബൽ ഇൻ കേസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് വുമൻ. അപ്പോൾ വുമന്റെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവർക്ക് എന്തൊക്കെയാ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരിക? ഡോമിനൻസ് ഓഫ് ലൈഫ് ചലഞ്ച്, പല ചലഞ്ചസും ഇവിടെ ഫേസ് ചെയ്യേണ്ടതാണ് ബൈ വുമൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ്. എന്താ ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ്? ജെൻഡർ ഇനിക്വാലിറ്റി ഇറ്റ്സ് ബൈ എ US നേഷൻ. അതൊരു US നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അതെന്തിനെ പറ്റി പറയുന്നു? ഇറ്റ്സ് മെഷേഴ്സ് ദ ജെൻഡർ ഡിസ്പെസിറ്റീസ് ഇൻ 3 dimensions. ഏതൊക്കെയാ? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എംപവർമെന്റ് ആൻഡ് ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ഈ 3 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. നെക്സ്റ്റ്, by highlighting disparity of key areas of women's life. GII. എന്താണ് GII? പറഞ്ഞിട്ടുണ്ട്. Forms of policy intervention aim to promote. It's give a promotion of gender equality, enhancing women's empowerment and advancing inclusive. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഒന്നും റിപ്പീറ്റ് ചെയ്യാണ്. ഇറ്റ്സ് ഓൾസോ എല്ലാത്തിനും ഈ പറയുന്ന പോയിന്റ് ആണ് വുമൻ എംപവർമെന്റ്, മറക്കരുത്. Then next point is women peace and
സെക്യൂരിറ്റി ഇൻഡെക്സ് എന്താണ്? ഇങ്ങനത്തെ ഒരു പോയിന്റ് പറയുമ്പോൾ എന്ത് എഴുതണം? ദ വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് ഡെവലപ്മെന്റ് ബൈ ദ ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോ ആക്സസ് ദ വുമൻ വെൽബീയിങ് എംപവർമെന്റ് ഇൻ കോൺഫ്ലിക്ട് അഫക്റ്റീവ് കൺട്രീസ്. സോ എല്ലാ കൺട്രീസും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അവിടെയൊക്കെ എന്ത് രീതിയിൽ വരുന്നുണ്ട്? ഒരു തരത്തിലെ ഡെവലപ്മെന്റ്, അവർക്ക് പ്രോഗ്രസ് സ്ത്രീകൾക്ക് വരുന്നുണ്ട്. ഏത് ത്രൂ? പീസ്, വുമൺ ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്. അത് എവിടെ തുടങ്ങിയത്? ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ പീസ്. പിന്നെ WPS, വുമൺ the index of women inclusive justice and security across. So ഇതൊക്കെ പറയുന്നത് ഒരേ പോയിന്റ് ആണ്. അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വലിക്കുന്നത്. എന്ത്? ജസ്റ്റിസ് ആൻഡ് സെക്യൂരിറ്റിനെ പറ്റിയിട്ടാണ് ഒക്കെ വുമൺ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ വേറൊരു പോയിന്റ് ആണ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആൻഡ് ഓൾസോ പാർട്ട്ണർ ഓഫ് വയലൻസ്. അപ്പോൾ ഇതൊക്കെ എന്താ? ചെറുതായിട്ടെങ്കിലും എന്താ? എംപവർമെന്റ് ഓഫ് വുമൺ, എംപവർമെന്റ് ഓഫ് വുമൺ. അവരുടെ ചലഞ്ചസ് ഇതൊക്കെ മെൻഷൻ ചെയ്താൽ മതി. വെറുതെ അധികം വലിച്ചു വാരി ചെയ്തരുത്. ഞാൻ ചുമ്മാ എഴുതി വെച്ചേ ഉള്ളൂ, മെയിൻ ആയിട്ട് പോയിന്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ജെൻഡർ ഇൻഡെക്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജെൻഡർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജെൻഡർ ഇൻഡെക്സ് ഡെവലപ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് കോഓപ്പറേറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. സോ ഇത് OECD എന്ന പേരിലാണ് എഴുതുന്നത്. അത് അവിടെ അവർ ഉദ്ദേശം എന്താ പറയാ, അവരുടെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ discriminity of social institution and perpetuate gender inequalities. Gender inequality പറ്റി കൂടുതലും മനസ്സിലാക്കുന്നതാണ്. നെക്സ്റ്റ് എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫോക്കസിങ് ഓൺ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ SIGI കോംപ്ലിമെന്റ്സ് ഓഫ് അതർ ജെൻഡർ ഇൻ ടേംസ് ഓഫ് ഹൈലൈറ്റിംഗ്. എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? സ്ട്രക്ചർ ബാരിയേഴ്സ് ലൈക്ക് സിസ്റ്റം ഇനിക്വാലിറ്റി ആൻഡ് വുമൻസ് ഡെവലപ്മെന്റ്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ sexual structure barriers of implementing women development. സിമ്പിൾ പോയിന്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ കൺക്ലൂഷനിലേക്ക് പോവാണ്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ വുമൻ ഡെവലപ്മെന്റ് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ വുമന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ എന്നെ ഇതിൽ വഹിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഒന്നുകൂടി പറയാണ്, എന്താണ് നമ്മളെ ഇഗ്നോന്റെ എക്സാം വരുന്നുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ ഇഗ്നോന്റെ ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. ക്രാഷ് കോഴ്സ് 40 days ചലഞ്ച് ആണ്. സോ ഇതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക മക്കളെ. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.